നഗരത്തിനടുത്തായി രാംപൂർ എന്ന് പേരുള്ള ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ അഭിമന്യു എന്നു പേരുള്ള ഒരാള് തന്റെ ഭാര്യ നിധിയോടൊപ്പം ഒരു ചെറിയ റെസ്റ്റോറന്റ് നടത്തി വന്നു. പുറത്തുനിന്ന് വന്നു പോകുന്ന എല്ലാ ആൾക്കാരും കൂടുതലും അഭിമന്യുവിന്റെ റെസ്റ്റോറന്റിൽ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അഭിമന്യുവിന്റെ ഭാര്യ വരുന്ന കസ്റ്റമേഴ്സിന് സ്വന്തം കൈകൊണ്ട് പാചകം ചെയ്യും. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ ബാങ്ക് മാനേജർ താരാജൻ തന്റെ ഭാര്യ അനിതയോടൊപ്പം അഭിമന്യുവിന്റെ റെസ്റ്റോറന്റിൽ കഴിക്കാനായി വന്നു. നിങ്ങളുടെ റെസ്റ്റോറന്റിൽ ചോമിൻ വളരെ ഫേമസ് തന്നെയാണ്, അതും വളരെ ദൂരത്തിൽ തന്നെ. ഇന്ന് എന്റെ ഭാര്യയ്ക്ക് ചോമിൻ കഴിക്കണമെന്ന് ആഗ്രഹം വന്ന ഉടനെ ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ നേരെ നിങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് വരാനെന്ന് ആഗ്രഹിച്ചു. തീർച്ചയായും. അതെന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് വേണ്ടി എന്റെ ഭാര്യ തന്നെ അവളുടെ കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു. പിന്നെ എന്തിനാ കാത്തിരിക്കുന്നത്? വേഗം തന്നെ 2 പ്ലേറ്റ് ചോമിൻസ് കൊണ്ടുവന്നേക്ക്, ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അഭിമന്യു വളരെ സന്തോഷത്തോടെ താരാചന്ദ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആഹാരം നൽകി. വാവ് അഭിമന്യു, നിങ്ങൾ എങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട് താരാതൻജി. ഈ മാസം എന്നെ കൊണ്ട് ബാങ്ക് ഇൻസ്റ്റാൾമെന്റ് കെട്ടാൻ പറ്റുന്നില്ല. എന്റെ മകൻ മുംബൈ സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവന് ഈ മാസം ഞാൻ സ്കൂൾ ഫീസും കെട്ടാനുണ്ട്. ചേട്ടാ, ഇതിൽ വിഷമിക്കാൻ എന്താ ഉള്ളത്? നിങ്ങൾ എന്താ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ പോവുകയാണോ? അതുമാത്രമല്ലാതെ ഞാൻ നിങ്ങൾക്ക് 2 മടങ്ങ് ലോൺ തരാനുള്ള തയ്യാറാണ്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിന് 2 മടങ്ങ് വലുതാക്കൂ. ഇത് നിങ്ങൾ ഒരു 2 മടങ്ങായിട്ട് ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്യൂ. ഇല്ല താരാതൻജി, ഞാൻ ഈ ചെറിയ റെസ്റ്റോറൻറ്റിൽ തന്നെ സന്തോഷമായിട്ടുണ്ട്. ഞാൻ ഈ ബാങ്കുകാരുടെ അടുത്ത് നിന്ന് കുറച്ച് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. താരാചന്ദ് റെസ്റ്റോറന്റിൽ നിന്നും പുറത്തു വന്നു. എന്നിട്ട് അഭിമന്യുവിന്റെ റെസ്റ്റോറന്റിന് നേരെ എതിരിലുണ്ടായിരുന്ന മറ്റൊരു റെസ്റ്റോറന്റ് നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇത് അഭിമന്യുവിന്റെ റെസ്റ്റോറന്റിനേക്കാളും വളരെ വലുതും നന്നായിരിക്കുന്നുണ്ടല്ലോ. ഈ റെസ്റ്റോറന്റ് അഭിമന്യുവിനെക്കാട്ടും വളരെ വലുത് തന്നെയാണ്. ഇത് വന്നിട്ട് ബ്രിജേഷിന്റെ റെസ്റ്റോറന്റ് ആണ്. എന്നാലും ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അഭിമന്യുവിന്റെ റെസ്റ്റോറന്റ് ആണ് ഇഷ്ടപ്പെടുന്നത്. ബാങ്ക് മാനേജർ താരാചന്ദ് തന്റെ ഭാര്യയോടൊപ്പം കാറിൽ പുറപ്പെട്ടു പോയി. അദ്ദേഹം സംസാരിച്ചത് അടുത്ത റെസ്റ്റോറന്റിലെ മാനേജർ ബ്രിജേഷ് തന്റെ ജോലിക്കാരനോടൊപ്പം പുറകുവശത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടോ മുതലാളി, ഒരു പക്കം ഈ ബാങ്ക് മാനേജർ നിങ്ങളുടെ ലോൺ ഫയലും റിജക്റ്റും ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ഭാഗത്താണെങ്കിൽ അഭിമന്യുവിന്റെ ഭക്ഷണം അയാൾ പാരാട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതും അയാളുടെ ഭാര്യ മുമ്പ് വെച്ച് തന്നെ. അതുമാത്രമല്ല, അത് നമ്മുടെ റെസ്റ്റോറന്റ് അയാൾ അവമാനിപ്പിക്കുകയാണ്. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാലേ തീർച്ചയായിട്ടും ഒരു ദിവസം വലിയ വലിയ പൂട്ടൊക്കെ നമ്മളുടെ റെസ്റ്റോറന്റ് മുമ്പ് ഇട്ടുകൊണ്ടുണ്ടാവും. അത് നമ്മൾ എന്തായാലും കാണും. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കുറച്ചെങ്കിലും നല്ല കാര്യം സംസാരിക്കേ. അത് തീർച്ചയായിട്ടും വരാൻ പോകുന്നില്ല. അതെന്താ മുതലാളി വരാത്തത്? നിങ്ങൾ കണ്ടതല്ലേ, ദിവസം കൂടെ നമ്മളുടെ റെസ്റ്റോറൻറ്റ് ആൾക്കാർ വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തായാലും പറയുന്ന കാര്യം സത്യം തന്നെയാണ്. സത്യം, ഈ അഭിമന്യുവിൻ്റെ റെസ്റ്റോറൻ്റ് ഉള്ളത് കൊണ്ട് എൻ്റെ റെസ്റ്റോറൻറ്റിന് വല്ലാതെ കഷ്ടം തന്നെയാണ്. അഭിമന്യു നടത്തുന്ന റെസ്റ്റോറൻറ്റിൽ എല്ലാ ഭക്ഷണവും അവരുടെ ഭാര്യയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലുള്ള ഭക്ഷണമൊക്കെ എന്താ നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് ഉണ്ടാക്കാത്തത്? നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അവസാനം നീ അവളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആ ആലു പൊറോട്ട കഴിച്ച ഓർമ്മയുണ്ടല്ലോ. അടുത്ത ദിവസം തന്നെ നിനക്ക് സുഖമില്ലാതെ പോയി. അതും ശരി തന്നെയാണ് മുതലാളി, നീ വിഷമിക്കേണ്ട. സത്യം, എനിക്ക് നല്ലൊരു ആലോചന വരുന്നുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ ബാങ്ക് മാനേജറിന്റെ ആ ട്രാൻസ്ഫർ ഇന്നും കുറച്ച് ദിവസം നടക്കാൻ പോവുകയാണ്. പിന്നെ വരാൻ പോകുന്ന ബാങ്ക് മാനേജർ എൻ്റെ ദൂരത്തെ സ്വന്തക്കാരൻ തന്നെയാണ്. അഭിമന്യു ഉണ്ടാക്കിയ മൊത്ത കാശും ബാങ്കിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അവന്റെ സ്ഥലങ്ങളും ബാങ്കിലാണ് അടമാനമായിട്ട് വെച്ചിരിക്കുന്നത്. ആ പുതിയ ബാങ്ക് മാനേജർ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയ പ്ലാനിൽ അഭിമന്യു തീർച്ചയായിട്ടും റോഡിലേക്ക് വരും. തന്റെ റെസ്റ്റോറന്റിന്റെ അകത്ത് ചെന്നിരുന്നു. അപ്പോഴാണ് അവിടേക്ക് കാണാൻ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹം വളരെ അഴുക്കായ കോട്ടിട്ടിരുന്നു, റെസ്റ്റോറന്റിൽ വന്ന് ഇരുന്നത്. എനിക്ക് വല്ലാതെ തന്നെ വിശക്കുന്നുണ്ട്. എനിക്ക് വേഗം തന്നെ ബർഗർ, പിസ്സ, ഒരു ബ്ലാക്ക് ടീയും കൊണ്ടുവരൂ. സത്യം അയാളെ കണ്ടിട്ട് മോശമായ മുഖത്തോടുകൂടി എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ ഇത്രയും മോശമായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ഒരു ചെയറിൽ ഇരുന്നോണ്ടിരിക്കുകയല്ലേ. ആ ചെയറിന്റെ വില എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങളെ കൊണ്ട് ആ ചെയറും വല്ലാതെ മോശമായി പോയി. നീ എന്തുമാതിരി ഒരു മനുഷ്യനാണ്? നിന്റെ മുതലാളി നിനക്ക് കസ്റ്റമേഴ്സിനടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ നിനക്കും കസ്റ്റമേഴ്സിനടുത്ത് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലേ? എനിക്കും പറഞ്ഞിട്ടുണ്ട്. എനിക്കും അറിയാം കസ്റ്റമേഴ്സിനടുത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. കസ്റ്റമേഴ്സും ഇത്രയും വൃത്തികെട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് വരികയേ ഇല്ല. മതി നിന്റെ സംസാരം. നീ എന്നെ വല്ലാതെ അവമാനിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലോ. പിന്നെ ഏതൊരാളും ഡ്രസ്സ് ഇട്ടിട്ട് അവരുടെ വില എന്താണെന്ന് നിനക്കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല.
ചില നേരത്തിൽ കണ്ണുകൊണ്ട് കാണുന്നത് പോലും സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എന്തോ താൻ ഏതൊരു പഴയ സിനിമയും കണ്ടിട്ട് ഡയലോഗ് അടിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് അവിടേക്ക് ബ്രിജേഷ് വന്നത്. എന്തു പറ്റി സത്യം? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കണ്ടില്ലേ മുതലാളി, ഇയാൾ എത്ര പഴയ ഡ്രസ്സ് ഇട്ടിട്ടാണോ വന്നിരിക്കുന്നതെന്ന്. ഇവന്റെ കോട്ടും വൃത്തികേടായിട്ടുണ്ട്. ഇവനെ കണ്ടാൽ അറിയാം ഈ കോട്ട് തിരുമ്പിയിട്ട് പല വർഷങ്ങളായി എന്ന്. അതുമാത്രമല്ലാതെ ഇയാള് നിങ്ങളെയും അവമാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ അവമാനിപ്പിക്കുകയാണോ? എനിക്ക് മനസ്സിലായില്ലല്ലോ. അവൻ എന്താ പറഞ്ഞ വെച്ചാൽ നിന്റെ മുതലാളി നിനക്ക് കസ്റ്റമേഴ്സിനോട് എങ്ങനെ സംസാരിക്കണം പഠിപ്പിച്ചെന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, അതിൽ ഞാൻ ചോദിച്ചാൽ എന്ത് തെറ്റാ ഉള്ളത്? നിങ്ങളുടെ സെർവൻറ്റ് എൻ്റെ ഓർഡർ ചോദിക്കാതല്ലാതെ എൻ്റെ ഡ്രസ്സ് നോക്കിയിട്ട് എന്തിനാ കളിയാക്കുന്നത്? ഞങ്ങളുടെ ഈ റെസ്റ്റോറൻറ്റിൽ നിങ്ങളും പോലെ ഈ മോശമായ ഡ്രസ്സ് ഇട്ടവർ വരാനേ പാടില്ല. എൻ്റെ സെർവൻറ്റ് പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. എനിക്ക് സംശയമായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾക്ക് ഈ കട തീർച്ചയായിട്ടും ശരിയല്ല. നിങ്ങൾക്ക് അടുത്തുള്ള കടയിലാണ് ശരിയായിട്ടുണ്ടാവുക. വേണമെങ്കിൽ അവിടെ പോയി ഇരുന്നോളൂ. ബ്രിജേഷ് പറഞ്ഞത് കേട്ട് ആ മനുഷ്യൻ വളരെ ദേഷ്യത്തോടെ എണീറ്റ് നിന്നു. പിന്നെ നേരെ അഭിമന്യുവിന്റെ റെസ്റ്റോറന്റിൽ ചെന്ന് ഇരുന്നു. പറയൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ചീസ് ബർഗർ, പിന്നെ ഒരു സൂപ്പർ ബ്ലാക്ക് കോഫി. ശരി, വേഗം തന്നെ കൊണ്ടുവരാം. അഭിമന്യു ഉടനെ അദ്ദേഹത്തിന്റെ ഓർഡർ കൊണ്ടുവന്ന് നൽകി. അദ്ദേഹം ബർഗർ പിന്നെ ബ്ലാക്ക് കോഫി കുടിച്ചിട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാവരും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജനങ്ങൾ എല്ലാവരും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ പറ്റി നല്ലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബ്ലാക്ക് കോഫി കുടിച്ചതിന് ശേഷം എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. വളരെ വളരെ നന്ദിയുണ്ട്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ പോക്കറ്റിൽ കൈയിട്ടു. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം അഭിമന്യുവിനെ നോക്കി പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ യങ് മാൻ, എൻ്റെ പേഴ്സ് ഞാൻ വീട്ടിൽ തന്നെ വിട്ടിട്ട് പോയി. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എപ്പോൾ കാശ് കിട്ടുന്നുണ്ടോ അപ്പോൾ ഒന്ന് തന്നാൽ മതി. നിങ്ങൾ ശരിക്കും വളരെ നല്ല മനുഷ്യൻ തന്നെയാണ്. ഒരു ഭാഗത്താണ് നിങ്ങൾ, പിന്നെ ഇന്നൊരു ഭാഗത്ത് ആ കടക്കാരൻ. അവർക്ക് കസ്റ്റമേഴ്സിനടുത്ത് എങ്ങനെ സംസാരിക്കേണ്ട പോലും അറിയില്ല. നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി എനിക്ക് വിചാരിച്ചാൽ വളരെ സന്തോഷമായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഒരു ചെറിയ മിന്നുന്ന വൈരം അഭിമന്യുവിന്റെ കയ്യിൽ നൽകി. ഇത് ഡയമണ്ട് ആണല്ലോ. ഇത് എന്തിനാ നിങ്ങൾ എനിക്ക് തരുന്നത്? ഇല്ല, ഇത് ഒരു ഡയമണ്ട് അല്ല, ഇത് ഒരു ഗാഡ്ജറ്റ് ആണ്. ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിനെ പറ്റിയുള്ള ഉപയോഗം നിനക്ക് വരും. ഇത് നിന്റെ കയ്യിൽ തന്നെ നീ ഭദ്രമായിട്ട് വെച്ചോളൂ. ഒരു പക്ഷേ വീണ്ടും നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ പിന്നെ തീർച്ചയായിട്ടും എന്നെ പറ്റി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കാം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ആ സ്ഥലത്തു നിന്നും പോയി. അദ്ദേഹം പോയതും നിധി അഭിമന്യുവിനോട് പറഞ്ഞു, ആരായിട്ട് അദ്ദേഹം? എനിക്ക് അറിയില്ല നിധി, പക്ഷെ അദ്ദേഹം ആരാണെന്ന് വെച്ചാൽ അയാളുടെ കണ്ണ് നോക്കുമ്പോൾ എനിക്ക് എങ്ങനെ തോന്നുന്നു വെച്ചാൽ അയാൾ ഏതോ പഴയ കാലത്തൊരു മുതലാളി പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ മോശമായ ഡ്രസ്സല്ലേ ഇട്ടിരുന്നത്. ആരുടെയും ഡ്രസ്സ് കണ്ടുവച്ചിട്ട് അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല നിധി. അയാളുടെ കണ്ണ് കാണുമ്പോഴും പിന്നെ മുഖം കാണുമ്പോഴും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അയാൾ നല്ലൊരു പഠിച്ച ആള് തന്നെയാണ്. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. പിന്നീട് ഒരു ദിവസം ബാങ്ക് മാനേജർ താരാചന്ദിന് ട്രാൻസ്ഫർ ആയി. ആ സ്ഥലത്ത് ബ്രിജേഷിന്റെ സ്വന്തക്കാരൻ ദില്ലു മാനേജറായി ബാങ്കിലേക്ക് വന്നു. ദില്ലു ബാങ്കിലേക്ക് വന്ന കാര്യം അറിഞ്ഞതും തന്നെ ബ്രിജേഷ് ബാങ്കിലേക്ക് വന്നു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറെ കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എനിക്കെല്ലാം അറിയാം ബ്രിജേഷ്, എന്നെ ഈ ഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ പോലെയുള്ള നേർമയുള്ള ബാങ്ക് മാനേജർ ഈ ലോകത്തിൽ തന്നെ ഇല്ലല്ലോ. നിങ്ങൾ എന്താ പറയാൻ വരുന്നത്? എൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് തന്നെ അഭിമന്യു എന്നൊരാൾ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചിട്ടുണ്ട്. അവൻ്റെ റെസ്റ്റോറൻറ്റിലെ എല്ലാ പൈസയും അവൻ്റെ ബാങ്കിൽ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ അവനാണ് ഈ ബാങ്കിൻ്റെ മാനേജർ എന്ന് വിചാരിക്കുന്നത്. അവന് എപ്പോഴൊക്കെ തോന്നുന്നുണ്ടോ അപ്പോഴാണ് അവൻ ബാങ്കിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കെട്ടുന്നത്. അവന് കെട്ടാൻ തോന്നിയിട്ടില്ലെങ്കിൽ അവൻ കെട്ടുകയില്ല. ഈ ഫയൽ പ്രകാരം അവൻ്റെ ലോണൊക്കെ ഈ ഒരു കൊല്ലം തന്നെ കെട്ടി തീർത്തിട്ടുണ്ടാവണം. പക്ഷേ അവൻ്റെ ലോൺ ഫയൽ നോക്കിയാൽ ഇതോടെ നമ്മൾ 3 വർഷമായിട്ടുണ്ട്. അവസാനം ഉണ്ടായിരുന്ന ബാങ്ക് മാനേജർ അവന് ഫേവറായിട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്കെന്താ തോന്നുവെച്ചാൽ നിങ്ങൾ അവൻ്റെ അടുത്ത് നിന്ന് മൊത്ത കാശും ഒറ്റയടിക്ക് അങ്ങ് വസൂൽ ചെയ്തേക്കണം. ഞാൻ നിങ്ങളുടെ ദൂരത്തെ സ്വന്തക്കാരനാണ് ബ്രിജേഷ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലും ചെയ്യാതിരിക്കില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, സ്വന്തക്കാരനായതുകൊണ്ട് എല്ലാ കാര്യം നടക്കുകയില്ല. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ചേരാനുള്ളത് എല്ലാം നിങ്ങളുടെ വീട്ടിലൊന്നും തന്നെ ചേരും. പിന്നെ നിങ്ങൾ വിഷമിക്കാണ്ട് പോയി കിടന്നോളൂ. ഇന്നും 24 മണിക്കൂറിൽ തന്നെ അഭിമന്യു റോഡിലെത്തി എന്ന് പറഞ്ഞ ന്യൂസ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തും. അടുത്ത ദിവസം തന്നെ ബാങ്ക് മാനേജർ ദില്ലു എല്ലാ പേപ്പറും എടുത്തുകൊണ്ട് അഭിമന്യുവിന്റെ റെസ്റ്റോറന്റിലേക്ക് പോയി. എന്നിട്ട് ബാങ്കിന്റെ എല്ലാ കാശും മൊത്തമായി നൽകാനായി പറഞ്ഞു. എന്നെ കൊണ്ട് എല്ലാ പണവും ഒറ്റയടിക്ക് കെട്ടാൻ പറ്റില്ല. എനിക്ക് കുറച്ചെങ്കിലും സമയം തരണം. ബാങ്കിൽ നിങ്ങൾക്ക് 1 വർഷം സമയം തന്നിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പുള്ള ബാങ്ക് മാനേജർ എന്നെ ഇതുപോലെ കട്ടായപ്പെടുത്തിയിട്ടില്ലല്ലോ.
അയാൾ പഴയ മാനേജറാണ്, പക്ഷെ ഞാൻ പുതിയ മാനേജറാണ്. നിങ്ങൾക്ക് ഈ ഒറ്റൊരു ദിവസമേ സമയമുള്ളൂ. നിങ്ങൾ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ 25 ലക്ഷം റുപ്യ നിങ്ങൾ കെട്ടിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ റെസ്റ്റോറൻറ്റ് ബാങ്ക് അങ്ങ് ജപ്തി ചെയ്തേക്കും. പിന്നെ ഓർമ്മിച്ചോളൂ, എനിക്ക് ഇതിൽ മുഴുവൻ അധികാരമുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ദില്ലു അവിടെ നിന്നും പോയി. അഭിമന്യു പാവം ഒരു ദിവസം കൊണ്ട് ഇത്രയും കാശുണ്ടാക്കാൻ പറ്റിയില്ല. ബാങ്ക് മാനേജർ വളരെ ബുദ്ധിപൂർവം അഭിമന്യുവിന്റെ റെസ്റ്റോറന്റ് പിന്നെ വീട് ജപ്തി ചെയ്തു. പിന്നെ അഭിമന്യുവിനെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരും 2 ദിവസം വിശപ്പോടെ ഇരുന്നു. അപ്പോഴാണ് അഭിമന്യുവിന് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നത്. അദ്ദേഹം തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും അതേ വൈരം എടുത്തു. ഇത് അതേ വൈരമല്ലേ കാണാൻ വളരെ അഴുക്കായിരുന്ന ആ മനുഷ്യൻ തന്നത്? ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ ഈ വൈരക്കല്ല് മാർക്കറ്റിൽ വിൽക്കാമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ആ വൈരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നഴുവി താഴെ ചെന്ന് വീണു. പിന്നെ 4 വശത്തും പല നിറത്തിലുള്ള പ്രകാശം ഉണ്ടായി. കുറച്ചു സമയത്തിനകം തന്നെ അഭിമന്യുവിന്റെ മുൻപിൽ ഒരു റെസ്റ്റോറന്റ് വന്നു. ഇതെങ്ങനെയാ സാധിച്ചത്? അദ്ദേഹം ഒരു പക്ഷേ മന്ത്രവാദിയായിരിക്കുമോ? ഇല്ല നിധി, എനിക്കൊരു ഓർമ്മ വന്നിട്ടുണ്ട്. അയാൾ എന്താ പറഞ്ഞ വെച്ചാൽ ഇതൊരു വൈരക്കല്ലല്ല, ഇതൊരു ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഭംഗിയുള്ള റെസ്റ്റോറന്റ് ഒളിപ്പിച്ചിട്ടുണ്ടല്ലോ. വരൂ, നമുക്ക് ഇതിൽ പോയി നോക്കാം. നിധിയും അഭിമന്യുവും ആ റെസ്റ്റോറന്റിന്റെ അകത്ത് ചെന്നു. അവര് നോക്കിയപ്പോൾ ആ റെസ്റ്റോറന്റിനകത്ത് വെയിറ്ററിന്റെ രൂപത്തിൽ റോബോട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. മിസ്റ്റർ, നിങ്ങൾക്ക് നമസ്കാരം. റെസ്റ്റോറന്റിന്റെ പുതിയ മുതലാളി പിന്നെ അവരുടെ ഭാര്യയും. അഭിമന്യു സന്തോഷം കൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വളരെ അത്ഭുതമായിട്ടുണ്ട് നിധി. പറയൂ മുതലാളി, ഈ റെസ്റ്റോറന്റ് എങ്ങോട്ടാണ് കൊണ്ടുപോയി വെക്കേണ്ടത്? എന്താ പറയുന്നത്? നിങ്ങളുടെ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി വെച്ചേക്കാം. ഇത് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കും. എനിക്ക് മനസ്സിലായി, ഇതേതോ പുതിയ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇത് വല്ലാതെ അത്ഭുതം തന്നെയാണ്. എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, അയാൾ തീർച്ചയായിട്ടും ഒരു വലിയ സയന്റിസ്റ്റ് തന്നെയാണ്. ആ ദിവസത്തിനു ശേഷം അഭിമന്യുവും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ നടക്കുന്ന റെസ്റ്റോറന്റിൽ വീട് വീടായി ചെന്ന് വ്യാപാരം ചെയ്തു. കുറച്ചു ദിവസത്തിനകം തന്നെ അഭിമന്യുവിന്റെ നടക്കുന്ന റെസ്റ്റോറന്റിന്റെ പേര് ഗ്രാമം മൊത്തം പിന്നെ തൊട്ടടുത്തുള്ള നഗരങ്ങളിലും ഫേമസ് ആയി. ഇപ്പോൾ എല്ലാരും തന്നെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ അഭിമന്യുവിന്റെ റെസ്റ്റോറന്റ് അവിടെ വന്ന് അവർക്ക് ആവശ്യമുള്ളത് നൽകും. അഭിമന്യു കുറച്ചു മാസത്തിനകം തന്നെ ബാങ്കിലുണ്ടായിരുന്ന എല്ലാ കടനും അടച്ചു. എന്തെങ്കിലും ചെയ്യും മുതലാളി, നിങ്ങൾ അവനെ റോഡിലേക്ക് വിട്ടു കഴിഞ്ഞു. എന്നാലും അവൻ റോഡിൽ നടക്കുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എനിക്കും ഒരു കാര്യം മനസ്സിലാവുന്നില്ല സത്യം. ഇത് എങ്ങനെയാണ് സംഭവിച്ചിരുന്നത്? മുമ്പ് പോലെ തന്നെ എൻ്റെ റെസ്റ്റോറൻറ്റിന് വീണ്ടും 2-3 പേരെ വരുന്നുള്ളൂ. ഇപ്പോൾ അവരും മര്യാദയ്ക്ക് വരുന്നില്ലല്ലോ. എന്താ മുതലാളി പറയുന്നത്? നമ്മളെ റെസ്റ്റോറൻറ്റിൽ ലാസ്റ്റ് 2-3 മാസമായിട്ട് ഒരാൾ പോലും വരുന്നേ ഇല്ല. ഞാനാണ് ഇവിടെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒന്നും വിഷമിക്കണ്ട, ഞാൻ ഇന്ന് തന്നെ അഭിമന്യുവിൻ്റെ കഥ തീർത്തേക്കാം. നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക മുതലാളി? ഞാൻ ആ റെസ്റ്റോറൻറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കാൻ പോവുകയാണ്. ആർക്കൊക്കെ ആവശ്യമുള്ള റെസ്റ്റോറൻറ്റ് അവരുടെ കൂടെ തന്നെ ചേർന്ന് പോയി നിൽക്കുന്നു കേട്ടിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റ് നമ്മുടെ വീട്ടിലടുത്തേക്ക് കൊണ്ടുവരാൻ നോക്കൂ. അതിനുശേഷം ആ സ്ഥലത്ത് തന്നെ ആ മൊത്ത കളിയും നമ്മൾ അവിടെ തീർത്ത് വെച്ചേക്കാം. ബ്രിജേഷ് പറഞ്ഞത് കേട്ടിട്ട് സത്യം ആ റെസ്റ്റോറന്റ് തന്റെ വീട്ടിലേക്ക് വളരെ തന്ത്രപൂർവ്വം വരുത്തി. ബ്രിജേഷും സത്യമും ആരും അറിയാതെ ആ റെസ്റ്റോറന്റിനകത്ത് കയറി. ബ്രിജേഷിന്റെ കയ്യിൽ വലിയൊരു ബോംബ് ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് റെസ്റ്റോറന്റിനകത്ത് സൈറൻ അടിക്കാൻ തുടങ്ങി. പിന്നെ ഒരു റോബോട്ടിന്റെ കൂട്ടം ബ്രിജേഷിനെയും സത്യത്തിനെയും ചുറ്റിവളച്ചു. നിങ്ങളുടെ കയ്യിൽ ബോംബുണ്ട്. ഇതെങ്ങനെ നിങ്ങൾക്കറിയാം? ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി? അപ്പോഴാണ് അവിടേക്ക് അഭിമന്യുവും നിധിയും വന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാന്ന് എനിക്ക് അറിയാം ബ്രിജേഷ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ മോശമായുള്ള കാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം. അഭിമന്യു ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്തേക്ക് ആ മോശമായി കണ്ട ആള് ഇപ്പോൾ അദ്ദേഹം വളരെ ശുദ്ധമായ വസ്ത്രം അണിഞ്ഞിരുന്നു. ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. എന്നെ നിങ്ങൾ കണ്ടിട്ട് വല്ലാതെ ഷോക്കാവണമെന്ന് ആവശ്യമില്ല. എൻ്റെ പേര് പ്രൊഫസർ ഹോക്കിൻസ്. ഞാൻ വളരെ ഒരു വലിയ സയൻറ്റിസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ നടന്നു പോകുന്ന റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് വല്ലാതെ കഷ്ടമായിട്ടുണ്ട്. അന്ന് ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഡ്രസ്സ് അഴുക്കായി പോയത്. വളരെ സന്തോഷത്തോടെ ഞാൻ അഭിമന്യു റെസ്റ്റോറൻറ്റ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോഴാണ് പുറത്തുള്ള ബ്രിജേഷും പിന്നെ ആ ജോലിക്കാരനും സംസാരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, തീർച്ചയായിട്ടും ഈ അഭിമന്യുവിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ നീ വിഷമിക്കുകയേ വേണ്ട, ഇത് നിനക്ക് സ്വന്തം തന്നെയാണ്. ഇതേപോലെ തന്നെ ഞാൻ കുറേ ഗാഡ്ജറ്റ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് സത്യം പിന്നെ ബ്രിജേഷിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അടച്ചു. അഭിമന്യുവിന്റെ കൈവശം ഇന്നും ആ നടക്കുന്ന റെസ്റ്റോറന്റ് ഉണ്ട്.
വളരെ പണ്ട് പണ്ട് നടന്നൊരു കഥയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആരൊക്കെ അവരുടെ പ്രവർത്തനങ്ങളെ എതിർത്തിരുന്നുവോ അവരെയൊക്കെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ ജയിലിൽ അടയ്ക്കുമായിരുന്നു. എത്ര കാലം നമ്മളിങ്ങനെ ഈ കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും? ഇവിടെ കിടന്ന് നരകിക്കാൻ തുടങ്ങിയിട്ട് 14 കൊല്ലമായി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഇവിടുന്ന് മോചിതരാവും. എന്നാലും നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്തു ചെയ്യാനാ? ഏറ്റവും ആദ്യം എനിക്ക് എന്റെ വീട്ടുകാരെ ചെന്നൊന്ന് കാണണം. എന്റെ മോളിപ്പോ വലിയ പെണ്ണായിട്ടുണ്ടാകും. ഇത്രയും വർഷമായിട്ട് ഞാൻ അവളെ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല. ശിവനും ഗോപാലനും ബ്രിട്ടീഷുകാരുടെ കള്ള ആരോപണങ്ങളാൽ ജയിലിൽ പെട്ടുപോയതാണ്. വർഷങ്ങളുടെ കഠിന തടവിനു ശേഷം അവർ കാത്തിരുന്ന അവരുടെ മോചന ദിവസം എത്തി. അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. ശിവനും ഗോപാലനും ജയിൽ മോചിതരായ ഉടനെ അവരവരുടെ വീടുകളിലേക്ക് പോയി. രണ്ടുപേരും ഒരേ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. ശിവൻ തന്റെ മോളെ കാണുന്നതോർത്ത് ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടത് പൊളിഞ്ഞു വീഴാറായ തങ്ങളുടെ വീടായിരുന്നു. സുഷമ, മോളെ പാർവതി, രണ്ടാളും വന്നേ. ഞാനിതാ തിരിച്ചെത്തി. കുറച്ചു സമയം കഴിഞ്ഞിട്ടും ആരും പുറത്തേക്ക് വന്നില്ല. അപ്പോൾ അവിടേക്ക് ആ ഗ്രാമത്തിലെ ഒരു വയസ്സായ അമ്മാവൻ വന്നിട്ട് ശിവനോട് ചോദിച്ചു, നീ ആരാണ് മോനെ? ആരെയാ നീ വിളിച്ചു പോകുന്നത്? ഐ കുമാരനമ്മാവാ, അങ്ങ് ആകെ മാറിപ്പോയല്ലോ. അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശിവനാണ്. ഇന്ന് ജയിൽ മോചിതനായുള്ളൂ. ആ, നീ ആയിരുന്നല്ലേ ശിവ? ആ, വരൂ വരൂ. നീ ജയിലിൽ നിന്ന് നേരെ വരുന്നതാണോ? അതൊക്കെ വിട്. എനിക്കൊരു കാര്യം അറിഞ്ഞാ മതി. എന്റെ ഭാര്യയും മക്കളും ഇപ്പൊ എവിടെയാണെന്നൊന്ന് പറയാമോ? എനിക്കവരെ കാണാൻ വളരെ കൊതിയായിട്ടാണ് അമ്മാവ. എന്തു പറയാനാ മോനെ? നീ ജയിലിൽ പോയതിനു ശേഷം നിന്റെ വീടിന്റെ കാര്യം മഹാകഷ്ടത്തിലായിരുന്നു. നിന്റെ ഭാര്യ സുഷമ വീട്ടുവേല ചെയ്തിട്ടാണ് നിന്റെ മകളെ സ്കൂളിൽ പഠിക്കാൻ വിട്ടത്. പിന്നെ നിന്റെ മകളാണെങ്കിലോ പഠിത്തത്തിൽ നല്ല മിടുക്കിയുമാണ്. ഭഗവാൻ ഞങ്ങളോട് ഈ ചതി ചെയ്തത് എന്തിനെന്നറിയില്ല. ഞാനിനി എന്താ ചെയ്യേണ്ടത്? എന്റെ കുടുംബം പഴയതുപോലെ സന്തോഷത്തിലാവാൻ. പക്ഷേ അവരിപ്പോ എവിടെയാണ് അമ്മാവ ഉള്ളത്? നിന്റെ ഭാര്യയും മകളും നമ്മുടെ ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ആ കാടിന്റെ അടുത്തായിട്ടുണ്ടാകും. ഈ അടുത്തായി സുഷമ കാട്ടിൽ നിന്നും വിറക് വെട്ടിയൊക്കെയാണ് വീട്ടുകാര്യങ്ങൾ നോക്കി പോകുന്നത്. ചെന്ന് നോക്ക്. ശിവൻ തന്റെ മകളും ഭാര്യയും അടങ്ങുന്ന തന്റെ കുടുംബത്തെ കാണുന്നതിനായി കാടിനരികിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ തന്റെ ഭാര്യയും മകളും കഷ്ടപ്പെടുന്നത് കണ്ടു. ആ സ്ഥിതിയിൽ പോലും അവന്റെ കണ്ണിൽ നിന്നും കണ്ണീര് പൊടിഞ്ഞു വന്നു. സുഷമ, നോക്കൂ, ഞാനിങ്ങെത്തി. വാ, നമുക്ക് വീട്ടിൽ പോകാം. നിങ്ങൾ വന്നോ? നമ്മൾ ഇവിടുന്ന് ഇനി ആ വീട്ടിൽ പോയിട്ട് എന്ത് കാര്യം? ഒരു സാധനം കഴിക്കാനോ കുടിക്കാനോ അവിടെയില്ല. അവിടെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കാനും സാധിക്കില്ലല്ലോ. പിന്നെ എങ്ങനെ ജീവിക്കാൻ അവിടെ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നീയും മോളും എന്റെ കൂടെ വാ. നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. വേണ്ട അച്ഛാ, എനിക്ക് അച്ഛാന്ന് വിളിക്കാൻ പോലും പേടിയാ. എല്ലാരും ഞങ്ങളെ ഉപദ്രവിച്ച് കഷ്ടപ്പെടുത്തിയ ഈ അവസ്ഥ ഉണ്ടായത്. ഞങ്ങൾ ഇനി കാണാൻ വരുമ്പോ എന്റെ അച്ഛൻ ഒരു പണക്കാരനായിട്ട് വേണം വരാൻ. ശിവൻ തന്റെ കുടുംബത്തിന്റെ പെരുമാറ്റത്തിൽ വല്ലാതെ വിഷമിച്ചു. അവൻ അവിടുന്ന് ഒന്നും മിണ്ടാതെ വളരെയധികം സങ്കടത്തോടെ ഇറങ്ങി നടന്നു. നടന്ന സകല കാര്യങ്ങളും ഗോപാലനോട് പറഞ്ഞു. എനിക്കറിയാം കൂട്ടുകാരാ, നമ്മൾ രാജ്യത്തിന് വേണ്ടിയാണ് ജയിലിൽ പോയത്. എന്നിട്ട് നമുക്ക് കിട്ടിയ പ്രതിഫലമോ? നമുക്കെന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. ആരെങ്കിലും എവിടെയെങ്കിലും നമുക്കൊരു ചെറിയ ജോലിയെങ്കിലും തരാതിരിക്കില്ല. ശിവനും ഗോപാലനും കൂടെ പലയിടങ്ങളിലും ജോലി തേടി നടന്നു. എന്നാൽ അവരുടെ ജയിൽവാസത്തെക്കുറിച്ച് അറിയുന്നതോടെ അവർ ജോലിക്ക് ആരും എടുക്കാതെയായി. ഈ ഗ്രാമം മുഴുവൻ നമ്മൾ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടും ഒരു കാര്യവുമില്ല. വരൂ, നമുക്കൊരു സ്ഥലം വരെ പോകാം. അവിടെ ഒരു ഭക്ഷണശാലയുണ്ടെന്ന് കേട്ടു. നമുക്കെന്തായാലും അവിടെ ഒരു ജോലി തരപ്പെടുത്താൻ നോക്കാം. ഭാഗ്യമുണ്ടെങ്കിലോ? ശിവനും ഗോപാലനും അവിടെ ചെന്ന് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് തിരക്കി. അപ്പോഴവിടുത്തെ മുതലാളിയുടെ ഭാര്യ അവരോട് പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോണം. നിങ്ങളെ പോലുള്ള കള്ളന്മാരെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ഇവിടുന്ന് ഞങ്ങളെയും പറ്റിച്ച് എന്തേലുമൊക്കെ എടുത്തോണ്ട് കടന്നു കളഞ്ഞാലോ? പൊയ്ക്കോണം അവിടുന്ന്. അവർ രണ്ടുപേരും വലിയ നിരാശയോടെ അവിടുന്ന് മടങ്ങി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും പലയിടങ്ങളിൽ അന്വേഷിച്ചിട്ടും അവർക്കൊരു ജോലിയും കണ്ടെത്താനായില്ല. അപ്പോൾ ശിവൻ ഗോപാലനോട് പറഞ്ഞു, ഇതെല്ലാം ആ ജയിൽവാസം കൊണ്ട് സംഭവിച്ചതാ. നമ്മൾ ജയിലിൽ കിടന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അവർ രണ്ടുപേരും അത്രയും നാൾ കിടന്ന ജയിലിനടുത്തേക്ക് തന്നെ പോയി. അവിടെ ചെന്ന് ആ ബ്രിട്ടീഷുകാരനായ ജയിലറോട് അവർ രണ്ടുപേരും ചേർന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ഒരു കാര്യവുമില്ലാതെ ഇത്രയും വർഷം ജയിലിലടച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഞങ്ങൾക്കിന്ന് എവിടെയും ഒരു ജോലി പോലും കിട്ടുന്നില്ല. ഞങ്ങളുടെ കുടുംബമാണെങ്കിലോ അവർക്കെല്ലാവർക്കും ഞങ്ങളെ കാണുന്നതേ പേടിയാണ്.
കാൽ കാശിന് വകയില്ലാത്ത നിങ്ങൾ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത്? നിങ്ങൾ ഞങ്ങൾക്ക് ജോലി തരണം. വേറെന്താ? ഞങ്ങൾക്കൊരു ജോലിയും കിട്ടുന്നില്ല. നിങ്ങളെ പോലെയുള്ളവരെ കണ്ട് കണ്ട് എനിക്ക് മടുത്തു പോയിരിക്കുന്നു. എപ്പോഴും വരും നിങ്ങളെ പോലെയുള്ള കുറ്റവാളികൾ ഇവിടെ ജോലിയും ചോദിച്ചുകൊണ്ട്. എന്ത്? ഞങ്ങളെപ്പോലെ മറ്റുള്ളവരുമുണ്ടെന്നോ? അവരെവിടെ ചെന്നാൽ കാണാൻ പറ്റുമെന്നൊന്ന് പറയാമോ? ധാനിയെ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ ജോലിക്കാരനാണോ? ശിവനും ഗോപാലനും തൊഴിലില്ലാതിരിക്കുന്ന എല്ലാ ജയിൽ പുള്ളികളെയും അന്വേഷിച്ചു. വളരെ കഷ്ടപ്പെട്ട് അവർ ഒരുപാട് പേര് സംഘടിപ്പിച്ചു. ശിവൻ അവരോട് പറഞ്ഞു, നമുക്കാർക്കും ഒരു ജോലിയും കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ജോലി നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ശിവൻ ചേട്ടാ, നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും അറിയില്ല, ജോലിയാണെങ്കിൽ ഒരിടത്തും കിട്ടാനുമില്ല. ശരിക്കും അതെ, നമ്മളിപ്പോ സമൂഹത്തിനും വേണ്ടതായിട്ടുണ്ട്. അപ്പോ നമ്മൾ പുതുതായിട്ട് എന്തോന്ന് ചെയ്യാനാ? നിങ്ങൾക്കാകെ ഭക്ഷണം കഴിക്കാൻ മാത്രം അറിയുള്ളൂ, വേറൊന്നും അറിയില്ലേ? നാണമാവുന്നില്ലേ നിങ്ങൾക്ക്? ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾക്കറിയാന്നേ. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമുക്കൊരു ഹോട്ടൽ തുറന്നാലോ? അങ്ങനെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നമുക്ക് പൈസ സമ്പാദിക്കാം. വേണ്ട, അതൊന്നും ശരിയാവില്ല. എനിക്കതൊന്നും അറിയില്ല. എന്റെ ശിവ, നമുക്ക് കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ച് ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങാം. നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചാൽ മാത്രം മതി. സ്ഥലം ഒരു പ്രശ്നമാകുന്നില്ല. എന്റെ ഗ്രാമത്തിലെ വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ. നമുക്ക് നാളെ തന്നെ അവിടെ ജയിൽ ഹോട്ടൽ തുടങ്ങാം. നമ്മൾ തടവിൽ കിടന്നവർക്ക് എല്ലാവർക്കും കൂടി അത് നടത്താം. ശിവനും ഗോപാലനും ചേർന്ന് ശിവന്റെ വീട് ഒരു റെസ്റ്റോറന്റ് പോലെ ആക്കിയെടുത്തു. അത് ഗ്രാമത്തിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. എല്ലാ തടവുകാരും ഗ്രാമങ്ങൾ തോറും ജയിൽ റെസ്റ്റോറന്റിനെ കുറിച്ചുള്ള പ്രചാരണം നടത്തി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അവരുടെ ജയിൽ റെസ്റ്റോറന്റ് നന്നായി പോകുന്നുണ്ടായിരുന്നു. ശിവന്റെയും ഗോപാലന്റെയും സുഹൃത്തുക്കളുടെയും അധ്വാനം ഫലം കാണുകയായിരുന്നു. മോനെ ശിവ, എനിക്കൊരു 10 ആലു പൊറോട്ടയും കുറച്ച് വെജിറ്റബിൾ കുറുമയും വേണം. ആ, തീർച്ചയായും ഇപ്പൊ തരാമെന്നേ. നിങ്ങൾ ആ ടേബിളിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. ജയിൽ റെസ്റ്റോറന്റ് എന്നും പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾക്ക് ജയിലിലെ പോലത്തെ ഭക്ഷണമൊന്നും തന്നേക്കരുത്. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ, ഞാനിതൊക്കെ പ്രശ്നമാക്കും. എന്തൊക്കെയായാലും ജയിൽ പുള്ളികളും സന്തുഷ്ടരായിരുന്നു. കാരണം ജയിൽവാസത്തിന് ശേഷം ഇപ്പോഴാണ് കുടുംബവുമായി ഒന്ന് ചേർന്ന് ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നത്. ശിവന്റെ കുടുംബവും അവരോടൊപ്പം വന്നു താമസിച്ച് ജയിൽ റെസ്റ്റോറന്റിന് വേണ്ട സഹായം ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ ജയിലിനകത്ത് ജയിലർക്ക് തടവ് പുള്ളികളുടെ ഈ സംരംഭത്തെ പറ്റി അറിയാൻ സാധിച്ചു. ഞാനൊരു കാര്യം കേട്ടു. ജയിലിൽ നിന്ന് പോയ തടവ് പുള്ളികൾ പുതിയതെന്തോ ചെയ്യുന്നുണ്ടെന്ന്. എന്താ ചെയ്യേണ്ടത് യജമാനെ? അവരെ പിടിച്ച് അകത്തിട്ടാലോ? നമുക്ക് അവരുടെ അടിമത്തമാണ് വേണ്ടത്. ഭക്ഷണത്തിൽ മായം കലർത്തിയ കുറ്റത്തിൽ എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്തേക്ക്. അത് തന്നെ സംഭവിച്ചു. ജയിലറും സൈനികരും കൂടി ജയിൽ റെസ്റ്റോറന്റിലേക്ക് എത്തി. അതിനുശേഷം അവരെ ഭക്ഷണത്തിൽ മായം കലർത്തിയെന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളെ മായം കലർന്ന ഭക്ഷണം വിൽക്കുന്ന കുറ്റത്തിന് ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാൽ കാശിന് വിലയില്ലാത്ത നിങ്ങൾ ജയിലിൽ തന്നെയാണ് ഡിസർവ് ചെയ്യുന്നത്, അല്ലാതെ മുതലാളിമാരല്ല. ജയിലറും അദ്ദേഹത്തിന്റെ കൂടെ വന്ന മറ്റ് സൈനികരും ചേർന്ന് അവരെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ എല്ലാ ഗ്രാമീണരും അവിടേക്ക് ഒത്തുചേർന്നു. ജയിലർ അവരോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോണം, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് ജയിലിലിടും. നിങ്ങളെയും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തോന്നുന്നു. ഇവിടെയുള്ള എല്ലാറ്റിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയേക്കൂ. ജയിലർ ഇത് പറഞ്ഞ ഉടനെ തന്നെ കുമാരൻ അമ്മാവൻ തന്റെ തുണിസഞ്ചിയിലിരുന്ന ദിവ്യ ചന്ദനത്തിരിയുടെ ചാരം പുറത്തേക്കെടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്ന ഈ ദിവ്യ ചന്ദനത്തിരിയുടെ ചാരമുണ്ടല്ലോ, ഇത് മാന്ത്രികതയുള്ളതാണ്. ഇതു ഞാൻ നിങ്ങളുടെ ദേഹത്തിട്ടാറുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതം കട്ട പുകയായി പോകും. ഞാൻ നിങ്ങളുടെ ഈ മന്ത്രവാദത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. അതോടെ കുമാരൻ അമ്മാവൻ ജയിലറുടെ മേൽ ചന്ദനത്തിരിയുടെ ചാരം വിതറി. അതോടെ അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അയ്യോ, എനിക്ക് കണ്ണ് കാണുന്നില്ലല്ലോ. ഓ മൈ ഗോഡ്, ശരിക്കും കണ്ണ് കാണുന്നില്ലല്ലോ. എനിക്ക് മാപ്പ് തരൂ, ഞാൻ ഈ തെറ്റിനി ആവർത്തിക്കുകയില്ല. ഇപ്പോ കണ്ണിന് മാത്രമേ പറ്റിയുള്ളൂ. വേഗം പൊക്കോ, ഇല്ലെങ്കിൽ നടക്കാൻ പോലും പറ്റില്ല. കുമാരൻ അമ്മാവന്റെ ഈ മാന്ത്രിക ചാരം അങ്ങനെ ജയിൽ റെസ്റ്റോറന്റിനെ രക്ഷിച്ചു. എല്ലാ ഗ്രാമവാസികളും ഒന്നിച്ചു നിന്ന് അതിയായി പ്രയത്നിച്ചു. ബ്രിട്ടീഷുകാർ പിന്നീട് ഒരിക്കലും ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നില്ല. പവനും സോനുവും സഹോദരങ്ങളായിരുന്നു. അവരുടെ അമ്മ മരിക്കുന്നതിന് മുൻപ് പവന്റെ കയ്യിലേക്ക് സോനുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു. കാരണം പവൻ മിടുക്കനായിരുന്നു, എന്നാൽ സോനു ഒരു വികലാംഗനും. എന്റെ മക്കളെ,
ഞാനിപ്പോ മരിക്കാറായി. എനിക്കെപ്പോഴും സോനുവിനെ ഓർത്താണ് വിഷമം. ഇവൻ ഒരു പാവത്താനാണ്. ഇവൻ ഈ വയ്യാത്ത കാലം വെച്ചെങ്ങനെ ജീവിക്കുന്നോർത്ത് വിഷമിക്കുക ഞാൻ. ഇവനൊരു പഞ്ചപാവമാണല്ലോ എന്ന് ഓർക്കുമ്പോ. അമ്മ എന്തിനാ അങ്ങനെ പറയുന്നത്? മോനെ, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും ഒരു ദിവസം മരിക്കും. എന്റെ സമയവും അടുത്തിരിക്കുക മക്കളെ. ഞാൻ നിങ്ങളുടെ അച്ഛന്റെ അടുത്തേക്ക് പോകാനായി. പവൻ, ഞാൻ എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിനക്ക് തന്നിട്ട് പോകുക. നമ്മുടെ കൃഷിസ്ഥലം ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യണം. ജീവിക്കാൻ വേണ്ടത് കണ്ടെത്തേണ്ടത് നീയാണ് മോനെ. അമ്മയില്ലെങ്കിലും സോനുവിനെ നന്നായി നോക്കണം നീ. ഇതും പറഞ്ഞുകൊണ്ട് സോനുവിന്റെയും പവന്റെയും അമ്മ മരണമടഞ്ഞു. സോനുവിന് നല്ല സങ്കടം വന്നു. പവന് അമ്മ മരിച്ചതിൽ സങ്കടമുണ്ടായിരുന്നുവെങ്കിലും അവന് ഭയങ്കര സന്തോഷവും തോന്നി. അതിന് കാരണം അവനിപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അവന്റെ ജീവിതം കുറച്ചുകൂടെ നന്നായി തന്നെ വരും. അമ്മ പോയത് പോയി, പക്ഷേ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ തലയിലിട്ടിട്ടാ പോയത്. ഈ ഞൊണ്ടൻ സോനുവിനെ ഞാൻ എത്ര കാലം എന്റെ തലയിൽ ചുമക്കണം? എനിക്കും ഒരു കുടുംബം ഉണ്ടാവും, കുട്ടികളും ഭാര്യയും ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ മന്ദബുദ്ധി സോനുവിനെ ജീവിതകാലം മുഴുവൻ ചുമക്കണോ? ഇല്ല, ഞാനതൊന്നും ചെയ്യാൻ പോകുന്നില്ല. പവൻ ആലോചിച്ചുകൊണ്ടിരുന്നു എങ്ങനെ സോനുവിനെ തന്നിൽ നിന്നും ഒഴിവാക്കാമെന്ന്. അപ്പോഴവന്റെ കുരുട്ടുബുദ്ധിയിൽ ഒരാശയം വന്നു. അവൻ വേഗം തന്നെ സോനുവിനോട് സങ്കടപ്പെട്ട് പറയാൻ തുടങ്ങി. നോക്ക് സോനു, അമ്മ നമ്മളെ ഇട്ടിട്ട് പോയി. നിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. നമുക്കിത്രയും വലിയ വയലില്ലേ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ നോക്കി നടത്താനാ ഇതൊക്കെ? എനിക്കാണെങ്കിൽ കൃഷി ചെയ്യാനും അറിയില്ല. ഇത്രയും വലിയൊരു വയൽ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? കൃഷിപ്പണിയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടുമില്ല. കാരണം അമ്മയോടൊപ്പം ഞാൻ ഇതുവരെ പണിക്കിറങ്ങിയിട്ടില്ല. എന്നാൽ നീയാണെങ്കിൽ എപ്പോഴും അമ്മയോടൊപ്പം വയലിലുണ്ടായിരുന്നതല്ലേ? അമ്മ എന്നെ കൃഷി ചെയ്യാൻ സമ്മതിച്ചിരുന്നുമില്ല. എപ്പോഴും പഠിക്കാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ തന്നെ കൃഷിപ്പണിയൊക്കെ നോക്കിക്കൊള്ളാം. ചേട്ടൻ നന്നായി പഠിച്ചാൽ മാത്രം മതി. സോനു, നീ എത്ര നല്ലവനാടാ. നീ കൃഷി ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചപ്പോ എന്റെ തലയിൽ നിന്ന് വലിയൊരു ഭാരമാടാ ഒഴിഞ്ഞത്. നീ കൃഷി നോക്കിക്കോ, ഞാൻ നന്നായി പഠിച്ചോളാം. ചേട്ടൻ ഒരു ടെൻഷനും വേണ്ട. ഞാൻ വയലിലേക്ക് പോകട്ടെ. അവനൊരു ക്രച്ചസിന്റെ സഹായത്തോടെ കൃഷി ചെയ്യാൻ തുടങ്ങി. തന്റെ കൃഷിയിടത്തിൽ അവൻ വെള്ളക്കടലയും ഗോതമ്പും അങ്ങനെ മറ്റു പലതും നട്ടുപിടിപ്പിച്ചു. അതെല്ലാം വളരെ നന്നായി തന്നെ വളർന്നു വന്നു. അത് കണ്ട് സോനു ഒത്തിരി സന്തോഷിച്ചു. കാരണം അവന്റെ പ്രയത്നം ഫലം കാണുകയായിരുന്നു. അവൻ പതിയെ പതിയെ പവന്റെ അടുത്തേക്ക് ചെന്നു. ഒന്ന് നിക്കടാ, എന്തിനാ ഇങ്ങനെ ഓടുന്നേ? ആകാശം വല്ലതും ഇടിഞ്ഞു വീഴാൻ പോകുന്നുണ്ടോ ഇങ്ങനെ ഓടാനായിട്ട്? ശരിക്കും നടക്കാൻ പോലും പറ്റാത്തവനാ ഇപ്പൊ പറക്കുന്ന പോലെയാ ഓടി വരുന്നത്. ചേട്ടാ, കാര്യം തന്നെ അങ്ങനത്തെയാ. നോക്ക്, എന്റെ അധ്വാനം ഫലം കണ്ടു. വിളവ് എത്ര നന്നായിട്ടുണ്ടെന്ന് അറിയാമോ? കാറ്റിൽ ഇങ്ങനെ ആടുന്നത് കാണാൻ തന്നെ എന്ത് രസമാ. കടലയും ഗോതമ്പും നന്നായി തന്നെ വിളഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. ആണോ? സത്യമായും? പവൻ ഗോതമ്പും കടലയും വിളഞ്ഞു നിൽക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ അവന്റെ ആ ദുഷ്ട മനസ്സിൽ അത്യാഗ്രഹവും അസൂയയും കടന്നു വന്നു. ഈ സോനു കൂടെയുണ്ടെങ്കിൽ എനിക്കിതിന്റെ പകുതി ഇവന് കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയെങ്കിലും കുറച്ച് ഗോതമ്പും കടലയും കൊടുത്ത് ഇവനെ ഒഴിവാക്കണം. നോക്കു സോനു, നീ അധ്വാനിച്ചു, നല്ല കാര്യം തന്നെ. പക്ഷേ എത്ര നാൾ ഞാൻ നിന്നെ നോക്കണം? നീ നിന്റെ ഭാഗമായിട്ടുള്ള കടലയും ഗോതമ്പൊക്കെ എടുത്ത് എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. ചേട്ടൻ എന്താ ഈ പറയുന്നത്? അമ്മ മരിക്കും മുമ്പ് പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്നല്ലേ? അമ്മ ഇപ്പൊ ഈ ലോകത്തില്ലല്ലോ. നീയും എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു താടാ. പവൻ സോനുവിനെ അവിടെ നിന്നും ഇറക്കി വിട്ടു. സോനു ആകെ വിഷമിച്ച് ഒരു നദിയുടെ കരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനായ അനിൽ അങ്ങോട്ട് വന്നത്. അവൻ സോനു വിഷമിച്ചിരിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ചു. സോനു എല്ലാ കാര്യങ്ങളും അനിലിനോട് തുറന്നു പറഞ്ഞു. അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ അനിൽ അവനോട് തന്റെ വീട്ടിലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു. എടാ, എന്റെ ചേട്ടനെ പറ്റി ഞാനിങ്ങനെ കരുതിയിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഇനി ഈ ലോകത്തിൽ ആരെ ആശ്രയിച്ച് ഞാൻ ജീവിക്കും? ഈ കുറച്ച് കടലയും കുറച്ച് ഗോതമ്പും കൊണ്ട് ഞാൻ എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ശരിക്കും എന്റെ ചേട്ടനെയും കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു വികലാംഗനും മന്ദബുദ്ധിയുമായ എന്നെ കൂടെ നിർത്തിയിട്ട് ചേട്ടൻ എന്ത് കിട്ടാനാ? എടാ, നീ ഇത്ര ടെൻഷനൊന്നും ആവണ്ട. നീ മന്ദബുദ്ധിയൊന്നുമല്ല, സാധാരണ മനുഷ്യൻ തന്നെയാ. പിന്നെ എല്ലാവർക്കും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ കഴിയണമെന്നൊന്നുമില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? നീ അധികം വിഷമിക്കാതെ എന്റെ വീട്ടിലേക്ക് വാ.
അമ്മ ഇന്ന് നല്ല ദാൽ പക്വാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അവനോടൊപ്പം ചെല്ലാൻ വിസമ്മതിച്ചിട്ടും അനിൽ സോനുവിനെ നിർബന്ധിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. വീട്ടിലെത്തിച്ച് അവന് പരിപ്പ് കൊണ്ടുള്ള ആ വിഭവം കഴിക്കാൻ കൊടുത്തു. അത് സോനുവിന് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുകയാ. ഞാൻ ഇതുവരെ ഇത്ര സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ടേയില്ല. എന്റെ മനസ്സിലൊരു ആശയമുണ്ട്. എന്തുകൊണ്ട് നീ കയ്യിലുള്ള ഗോതമ്പും കടലപ്പരിപ്പും ഈ ദാൽ പക്വാൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല? അതായത് എനിക്കത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണോ? എനിക്കതിനൊരു സ്ഥലം പോലും ഇല്ലല്ലോ. നീ അതോർത്ത് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. അനിൽ സോനുവിനെ സഹായിച്ചു. അങ്ങനെ സോനു പരിപ്പ് കൊണ്ടുള്ള ആ വിഭവം ഉണ്ടാക്കി. പക്ഷെ ആ കടയിലേക്ക് ആരും തന്നെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു വയസ്സായ സ്ത്രീ അവിടേക്ക് വന്നത്. അവർ അവനോട് ഭക്ഷണം ചോദിച്ചു. അമ്മേ, ഇന്ന് കട തുറന്നതേ ഉള്ളൂ. ഇതുവരെ ആരും വന്നിട്ടില്ല. നിങ്ങളാണ് കടയിലേക്ക് ആദ്യമായിട്ട് വന്ന ആൾ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ദാൽ പക്വാൻ കഴിക്കാൻ തരാം. പക്ഷെ മോനെ, ഇന്ന് നിന്റെ കച്ചവടത്തിന്റെ ആദ്യ ദിവസമല്ലേ? ഭക്ഷണത്തിന് പകരമായി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല മോനെ. നിങ്ങളുടെ കയ്യിൽ വില മതിക്കാനാവാത്ത ഒന്നുണ്ടല്ലോ. അത് നിങ്ങൾ തരുന്ന അനുഗ്രഹമാണ്. നിങ്ങൾ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. എന്നിട്ട് ഈ ദാൽ പക്വാൻ കഴിച്ചാലും. അവർ ആ ദാൽ പക്വാൻ കഴിച്ച് സന്തുഷ്ടയായി. അവർ അവരുടെ സഞ്ചിയിൽ നിന്നും കുറച്ച് കടലപ്പരിപ്പെടുത്ത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ നിനക്ക് തരാനായി പണമായിട്ടൊന്നും തന്നെ ഇല്ല മോനെ. പക്ഷേ ദാ ഈ കടലപ്പരിപ്പുണ്ടെന്റെ കയ്യിൽ. ഇതെന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് നീ ഇത് സൂക്ഷിച്ചുകൊള്ളൂ. ഇതിൽ കുറച്ചെടുത്ത് നീ ഉണ്ടാക്കുന്ന വിഭവത്തിൽ ചേർക്കണം. ഇതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം സോനു വീണ്ടും ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ഭിക്ഷക്കാരി കൊടുത്ത പരിപ്പ് കൂടി അതിലേക്ക് ചേർത്തു. ദാൽ പക്വാൻ റെഡിയായ ഉടനെ തന്നെ പുറത്ത് ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കച്ചവടവും നടന്നു. അവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് എത്ര വരുമാനമാണ് കിട്ടിയത്? ഇന്നലെ വരെ ഒരു കസ്റ്റമർ പോലും വന്നിട്ടില്ലായിരുന്നു. ഇതെല്ലാം നിന്റെ സത്യസന്ധതയുടെ ഫലമാ. നീ ആ ഭിക്ഷക്കാരിക്ക് ദാൽ പക്വാൻ കൊടുത്തില്ലേ? അതിന് പകരമായി അവരാ കടലപ്പരിപ്പും തന്നില്ലേ? ഇതെല്ലാം അതിന്റെ പ്രഭാവം കൂടിയാ. അവരാ കടലപ്പരിപ്പിന്റെ രൂപത്തിൽ അനുഗ്രഹമാ നിന്നിൽ ചൊരിഞ്ഞത്. അതുകൊണ്ട് നീ ഇനി കൈവെക്കുന്നതെല്ലാം പൊന്നായി മാറും. അവരുടെ അനുഗ്രഹത്തിലൂടെ നീ രക്ഷപ്പെടാൻ പോവാ. സോനു ഈ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അവൻ തന്റെ പരോപകാരം തുടർന്നുകൊണ്ടേയിരുന്നു. അവനുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും വയറു നിറച്ച് കഴിച്ചു കഴിഞ്ഞും ബാക്കിയായി കഴിയുമ്പോൾ അവനത് വീടുകളിൽ അടുപ്പ് പുകയാത്ത ദരിദ്രരായവർക്കിടയിൽ കൊണ്ടുപോയി പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ പട്ടിണിയുള്ള വീടുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്ത് അവരുടെ അനുഗ്രഹവും നേടി. പിന്നീട് അധികം താമസിയാതെ സോനു വലിയൊരു ധനികനായി മാറി. സോൻപൂർ ഗ്രാമം ബാംബു കൃഷിക്ക് പ്രസിദ്ധമായിരുന്നു. അവിടെ വർഷങ്ങളായി ബാംബു കൃഷി നടന്നിരുന്നു. ദിനേശിനും ബാംബുവിന്റെ കൃഷിസ്ഥലം ഉണ്ടായിരുന്നു. അയാളുടെ മകനായ രാജേഷും അയാളുടെ ഒപ്പം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. മോനെ രാജേഷ്, ഇന്നലെ വന്ന ബാംബുവിന്റെ ഓർഡർ അത് നീ കയറ്റി വിട്ടായിരുന്നോ? അതെ അച്ഛാ, ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ കയറ്റി വിട്ടല്ലോ. അവർക്കത് സമയം തെറ്റാതെ കിട്ടുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മുടെ പേയ്മെന്റ് റെഡിയാവും. സന്ധ്യയായി. ദിനേശിന്റെ വീടിന് മുന്നിൽ ബാംബു നിറഞ്ഞ ഒരു ലോറി കിടപ്പുണ്ടായിരുന്നു. അല്ല, ഈ ട്രക്ക് എന്താ തിരികെ വന്നത്? ഈ ലോഡ് അവിടെ ഇറക്കിയിട്ട് പേയ്മെന്റ് വാങ്ങി വരേണ്ടതായിരുന്നല്ലോ. ദിനേശ് പെട്ടെന്ന് തന്നെ രാജേഷിനെ വിളിച്ചു. രാജേഷ് പുറത്തേക്ക് വന്നു. രാജേഷ് ആകെ എന്തോ വിഷമത്തിലായിരുന്നു. രാജേഷ്, നോക്കൂ, പോയ വണ്ടി തിരികെ വന്നല്ലോ. അതെ അച്ഛാ, എനിക്കറിയാം. പട്ടണത്തിലെ കച്ചവടക്കാർ എന്നെ ഫോൺ ചെയ്തിരുന്നു. അവർക്ക് നമ്മളെക്കാൾ കുറഞ്ഞ വിലയിൽ ബാംബു കിട്ടുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇനി അവർക്ക് നമ്മുടെ ബാംബു വേണ്ടെന്നാ പറയുന്നത്. പക്ഷേ ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ ചെയ്താൽ എങ്ങനെയാ? നമുക്ക് പണത്തിന് നല്ല ആവശ്യമുള്ളതല്ലേ. ഇനിയിപ്പോ ഇത്രയും ബാംബു നമ്മൾ എന്ത് ചെയ്യും? അവര് പറയുന്ന പോലെ വില കുറച്ച് കൊടുക്കാമെന്ന് നിനക്ക് പറയായിരുന്നില്ലേ? അച്ഛാ, ഞാനത് അവരോട് പറഞ്ഞതാ. പക്ഷെ അവർക്ക് വില കുറച്ചാലും നമ്മുടെ ബാംബു വേണ്ടെന്നാ പറയുന്നത്. ഞാൻ അവരോട് പകുതി വിലക്ക് വരെ തരാൻ സമ്മതമാണെന്ന് സംസാരിച്ചു നോക്കിയതാ. എന്നിട്ടും അവർക്ക് താല്പര്യമില്ല. ദിനേശിനും രാജേഷിനും ഈ ഓർഡറില് വലിയ പ്രതീക്ഷയായിരുന്നു. കുറച്ചു നാളുകളായിട്ട് കച്ചവടം നല്ല രീതിയിലായിരുന്നില്ല നടന്നിരുന്നത്.
ഇപ്പോ ഈ ഓർഡർ കൂടി ക്യാൻസൽ ആയപ്പോ മുന്നോട്ടുള്ള വഴി ഇരുളടഞ്ഞതുപോലെ അവർക്ക് രണ്ടാൾക്കും തോന്നി. ഒരു ദിവസം രാജേഷ് ദിനേശിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ അധികം ആലോചിച്ച് വിഷമിക്കണ്ടോ. ഇത്രയും ബാമ്പു എന്ത് ചെയ്യണമെന്ന് എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. എന്താ മോനെ ചെയ്യാൻ പോകുന്നത്? എനിക്കാണെങ്കിൽ ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ല. ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് സഹായം ചോദിച്ചതാ. പക്ഷേ അവരാരും നമ്മളെ സഹായിക്കാൻ തയ്യാറല്ല. ഇപ്പൊ അവസ്ഥ വളരെ മോശമാ. മാർക്കറ്റിലാണെങ്കിൽ ബാമ്പുവിന്റെ വിലയും കുറഞ്ഞു വരികയാ. അതുകൊണ്ട് അച്ഛാ ഞാൻ പറയുന്നത് നമുക്ക് ബാമ്പുവിന്റെ കച്ചവടം നിർത്തി മറ്റെന്തെങ്കിലും നോക്കാമെന്ന്. മോനെ, നമ്മുടെ കയ്യിൽ മറ്റെന്താ ഉള്ളത്? നമുക്ക് വേറെ എന്തു ചെയ്യാൻ പറ്റും? അച്ഛാ, അതിന് നമ്മൾ ഇനി പിസ്സ ഉണ്ടാക്കും. എന്ത് പിസ്സയോ? അതെങ്ങനെ? അച്ഛാ, എന്റെ പട്ടണത്തിൽ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. ഞാൻ അവനോട് ഇവിടുത്തെ അവസ്ഥ പറഞ്ഞപ്പോ അവൻ എന്നോട് നല്ലൊരു ഉപായം പറഞ്ഞു തന്നു. പട്ടണത്തിൽ പിസ്സക്ക് വലിയ പ്രിയമാണ്. പലതരത്തിലുള്ള പിസ്സകളും കിട്ടും. അതിൽ തന്നെ ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ളതാണ് ബാംബു പിസ്സ. നമ്മുടെ കയ്യിലുള്ള ഈ ബാംബുവിന്റെ കാമ്പെടുത്തിട്ടാണ് ആ പിസ്സ ഉണ്ടാക്കുന്നത്. നമുക്കും ബാംബു പിസ്സയുടെ ബിസിനസ് തുടങ്ങാന്നേ. പക്ഷേ മോനെ, നമുക്കിതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അച്ഛൻ വിഷമിക്കണ്ട. എന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ സഹായം തരാന്ന്. രാജേഷും ദിനേശും ചേർന്ന് ബാംബു പിസ്സ ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. അവരങ്ങനെ പതിയെ പതിയെ ബാംബു പിസ്സ ഉണ്ടാക്കാനായി പഠിച്ചെടുത്തു. എന്നിട്ട് അവര് തീരുമാനിച്ചു ഉടനെ ഒരു ഹോട്ടല് പണിയണമെന്ന്. രാജേഷും ദിനേശും ചേർന്ന് ബാംബു ഉപയോഗിച്ച് ഒരു ഹോട്ടല് പണിതു. ആ ഹോട്ടലിന്റെ വാതിലുകൾ മുതൽ ജനലുകളും മേശകളും കസേരകളും എല്ലാം ബാംബു കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ആദ്യം അവരുടെ ഹോട്ടലിൽ ആളുകൾ കയറുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം കോളേജിൽ പഠിക്കുന്ന 2 ചെറുപ്പക്കാർ അവിടേക്ക് വന്നു. എടാ സുരേഷേ, നോക്ക് എന്ത് നല്ല ഹോട്ടലാണെന്ന്. ബാംബു കൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ബാംബു പിസ്സയാണെന്ന്. എന്നാ വാടാ, ഇവിടത്തെ ബാംബു പിസ്സ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അത് വളരെ ശരിയാടാ. നമുക്ക് എന്തായാലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം. സുരേഷും വിവേകും 2 ബാംബു പിസ്സകൾ ഓർഡർ ചെയ്തു. എടാ വിവേകേ, നീ ശ്രദ്ധിച്ചോ? ഇവിടത്തെ എല്ലാ മേശയും കസേരയും എല്ലാം ബാംബു കൊണ്ട് ഉണ്ടാക്കിയതാ. ബാംബു കൊണ്ട് എത്ര നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ പ്ലാസ്റ്റിക് ലോകത്തിൽ ഈ എക്കോ ഫ്രണ്ട്ലി ഹോട്ടൽ നല്ല ഐഡിയ ആണല്ലോ. ഇതേപോലെ നമ്മൾ എല്ലാവരും എക്കോ ഫ്രണ്ട്ലി സാധനങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ ഹോട്ടലിന്റെ മുതലാളിയോടൊന്ന് സംസാരിക്കട്ടെ, ഇങ്ങനെ ഹോട്ടൽ ഉണ്ടാക്കാനുള്ള പ്രചോദനം എന്താണെന്ന്. സുരേഷും വിവേകും ദിനേശിനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. ശരിക്കും നിങ്ങളുടെ ഹോട്ടൽ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാ അത് ചെയ്തത്? അവർ 2 പേരോടും ദിനേശ് തന്റെ കഥ പറഞ്ഞുകൊടുത്തു. അവർക്ക് 2 പേർക്കും ദിനേശിന്റെ ഈ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. ചേട്ടന്റെ ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? എങ്ങനെ ലാഭമൊക്കെ ആയി തുടങ്ങിയോ? നോക്കൂ, ഞങ്ങൾ ഇത് വലിയ ലാഭത്തിലൊന്നുമല്ല കൊണ്ടുപോകുന്നത്. പക്ഷേ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഭാവിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതെ, നിങ്ങൾ വളരെ വ്യത്യസ്തമായാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ലാഭം കിട്ടും. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഞങ്ങൾ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ ഹോട്ടലിന്റെ കാര്യം ഞങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒന്ന് അവതരിപ്പിച്ച് നോക്കട്ടെ. അങ്ങനെ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് ഈ കോളേജിൽ പോകുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് പ്രശസ്തിയും കിട്ടും. സുരേഷും വിവേകും അവിടുന്ന് ബാംബു പിസ്സ കഴിച്ചു. 2 പേർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ കോളേജിൽ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി 10 പിസ്സ പാക്ക് ചെയ്ത് വാങ്ങിച്ചു. അടുത്ത ദിവസം അവർ തങ്ങളുടെ ടീമിനെ കൊണ്ടുവന്ന് ആ ഹോട്ടലിന്റെ നല്ലൊരു വീഡിയോ എടുത്തു. ബാംബു പിസ്സ ഉണ്ടാക്കുന്നതും അവർ ഷൂട്ട് ചെയ്തു. അതിനുശേഷം അവരത് തങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇട്ടു. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? ഇന്നത്തെ ഈ ലോകത്ത് ചെറുപ്പക്കാർ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, പ്രകൃതിക്ക് ദോഷം വരുത്താത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. ഈ വീഡിയോകളിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ തരുന്നതാണ്. വിവേക്, ദാ നോക്ക്, ബാംബു പിസ്സയുടെ റെസിപ്പിയിൽ 1 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷം വ്യൂസ് ആയി കഴിഞ്ഞു. 10,000 ലൈക്കും 1000 കമന്റ്സും ആയി കഴിഞ്ഞു. ഇതിപ്പോ നമ്മുടെ ചാനലിലെ ഏറ്റവും പോപ്പുലർ ആയ വീഡിയോ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഇക്കോ ഫ്രണ്ട്ലി ഹോട്ടലിനെ കുറിച്ച് ഒരുപാട് ആളുകൾ അറിയാൻ പോവാണ്. അങ്കിൾ, ഇനി നിങ്ങൾ ഫേമസ് ആയി മാറും.
ഇങ്ങനെ അച്ഛനും മോനും കൂടി തുടങ്ങിയ ആ ബാംബു ഹോട്ടൽ വളരെയധികം പ്രശസ്തമായി മാറി. അവർ പതിയെ മറ്റു പട്ടണങ്ങളിൽ കൂടി തങ്ങളുടെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി ബാംബു പിസയും ബാംബു ഹോട്ടലും ലോകം മുഴുവനും പ്രശസ്തമായി.